കയറി വരാനുള്ള മ്യൂസിക് ഇവിടെ ഒരെണ്ണം കൂടെ ശക്തിയായിട്ട് തന്നാൽ രജനി ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിക്കണം. കണ്ടോ, ഞാൻ വന്നപ്പോ മൈക്ക് തന്നെ ഇംഗ്ലീഷ് പടം കാണാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടായിരിക്കും അല്ലേ? അത് ഞാൻ ഇംഗ്ലീഷ് അതല്ല, അവര് 150 വർഷം നമ്മളെ അടക്കി ഭരിച്ചത്. അവരോട് നമുക്ക് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വിഷുവിനോട് ഇപ്പൊ തന്നെ പ്രതികാരം ചെയ്യട്ടെ. എന്താണ് ചെയ്യട്ടെ? എനിക്കിനി പേയ്മെന്റ് വേണ്ട. ഞാൻ പോട്ടെ. ഓക്കെ, ഇതൊക്കെ ഉള്ളൂ അവസാന കാലത്ത് ഓർക്കാൻ മിച്ചം കിടക്കുന്നത്. ചെക്ക് പേയ്മെന്റ് ഒന്നും ബാക്കി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. വളരെ സന്തോഷം. പറയാൻ വന്നതെല്ലാം മറന്നും പോയി, റിലേ പോയി. അവർക്കത് ശീലമാണ്. എനിക്കിത് കൊല്ലത്തിൽ ഒന്നേ ഉള്ളേ. ഇവിടെ നാട് പോലെയായി. രാവിലെ ജനൽ തുറക്കുമ്പോൾ മഴയും മഞ്ഞുതുള്ളിയും ഒക്കെ കാണുന്നു. നാട്ടിൽ 40-42 ഡിഗ്രി ചൂട് സുഖമായിട്ടുണ്ട്. പണ്ടൊക്കെ ആവി പിടിക്കുമ്പോൾ കംപ്ലീറ്റ് പുതയ്ക്കണമായിരുന്നു. ഇപ്പൊ വിക്സ് എടുത്ത് വെള്ളത്തിൽ വെച്ച് മിറ്റത്തേക്ക് വെച്ച് അടുത്ത് നിന്നാൽ മതി, സുഖമായിട്ട് ആവി പിടിക്കാം. ആ പരിപാടിയിലായി നാട്ടില് ചൂടും കാര്യങ്ങളും എല്ലാം. പ്രത്യേകിച്ച് ഇലക്ഷന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ആമുഖ പ്രസംഗത്തിനൊന്നും സമയമില്ല. TV തുറന്നാൽ 24 മണിക്കൂറും ഇലക്ഷനാണ്, ഇലക്ഷൻ വാർത്തകളാണ്. ഈ സാഹചര്യത്തിൽ ചിലർ ഇവിടെ ഗാനങ്ങളുമായി എത്തുകയാണ്. നിങ്ങൾക്ക് അറിവുള്ളവരാണ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാ സിനിമാ താരങ്ങളും സംഗീത ശാഖയിലേക്ക് തിരിഞ്ഞു പാടി തുടങ്ങി. പിന്നണി ഗായകർ പലരും അഭിനയിച്ചു തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയ താരങ്ങളും അവരുടെ പ്രചരണത്തിന് ഗാനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗാനങ്ങളുമായിട്ട് ചില രാഷ്ട്രീയ താരങ്ങൾ ഇവിടെ എത്തുകയാണ്. ആദ്യം എത്തുന്നത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം എത്തി ഇങ്ങനെ ഒരു പാട്ട് പാടി. മലയാളക്കരയാകെ സോളാറിൻ വല വച്ച് എല്ലാരെയും സൂത്രത്തിൽ കുടുക്കി ഇവളാണ് മിടുമിടുക്കി तेरी आंखों की किनारे में छिपा हुआ समंदर का दरिया. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ പണ്ട് താമസിച്ചിരുന്നൊരു ജിന്നാണ്. ബഹൻ എനിക്ക് പേടിയാണ്, എന്നെ ഉപദ്രവിക്കരുത്. മുത്തേ പൊന്നെ ചതിക്കല്ലേ, എന്നെ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു എന്നെ പെടുത്തുന്നു വെറുതെ ഇവിടുള്ള കേസിലെല്ലാം. പറഞ്ഞല്ലോ, കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. മൈക്ക് ഞാൻ അന്തപ്പൻ സാറിന് കൈമാറുന്നു. സുധീരൻ സാരേ, സുധീരൻ സാരേ. അടുത്ത വരികൾ വളരെ പിച്ചു കൂടിയതാണ്. ആലോചിക്കുന്നതിനായി മൈക്ക് മാണി സാറിന് കൈമാറുന്നു. കൊണ്ട് കൊടുത്ത് കാര്യം കഴിഞ്ഞ് നിർബന്ധിച്ച് രാജീവെപ്പിച്ച് സുദീർഘമായി ഇനി മിമിക്രി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് സമയത്തിന്റെ വില കണക്കാക്കുന്നത് എഴുതിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. പക്ഷേ മിമിക്രി ഒരു തൊഴിലായി സ്വീകരിച്ചപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും കാണുന്നവൻ, നീ എന്നാണ് സിനിമയിൽ കയറുക, എന്നാണ് നിനക്ക് അടുത്ത സിനിമ ഉണ്ടാക്കുക എന്ന ഒരു അമിത ഭാരം ഓരോ മിമിക്രിക്കാരന്റെയും തോളത്ത് കയറ്റി വെച്ചത് മലയാളത്തിലെ മറ്റൊരു നടനാണ്. അദ്ദേഹമാണ് മിമിക്രിയെ മറക്കാതെ പോയ വേദികളിലെല്ലാം ഇപ്പോഴും അത് അവതരിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് ഇപ്പോഴും ആ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറെ ബഹുമാനത്തോടെ, ഏറെ ആദരവോടെ. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പത്മശ്രീ ജയറാമേട്ടനെ ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയറാമേട്ടൻ പിഷാരടിയല്ലേ? അതെ, ഞാൻ കണ്ടാർന്നേ. സ്റ്റേജിന്റെ പുറകിൽ നിങ്ങൾ കണ്ടാർന്നാ? ജയറാമേട്ടൻ കണ്ടാർന്നോ? ഇവിടെ എന്തോരം പെരുമാറുകാരാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ഇനി നമ്മൾ കാര്യം കണ്ട കാര്യ
ജയറാം ഏട്ടന്റെ ഒരു പ്രകടനം ഞാൻ വളരെ കൂടുതൽ റിക്വസ്റ്റ് ചെയ്തു.